ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് വീക്ക് ഞാൻ ട്രാവലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഡെയിലി അനാലിസിസ് പ്രോഗ്രാം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് നമുക്ക് ലൈവ് വരുന്നതായിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് വീക്ക്ലി ക്യാൻഡിൽ എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് നിഫ്റ്റി ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലായിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ആ ഒരു കണ്ടിന്യൂഷൻ. ബട്ട് ഇപ്പോൾ ഉള്ള ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ തന്നെയാണിത്. ഇതൊരു പോസിറ്റീവ് ആയിട്ടില്ല. ഒരു ലാർജ് സെൽ ഓഫ് ഉണ്ടായിരുന്നു. അഗെയിൻ ദിസ് ഈസ് ഡോജി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്. സോ ഇത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഒരു താഴോട്ട് പോകാനുള്ള നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ഇത് മുകളിലോട്ട് പോകണമെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഷാർപ്പായിട്ട് റിവേഴ്സലോ വേണം. ഓക്കെ, സോ ഈ ഒരു സോൺ 26,600 അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ നല്ലൊരു ക്രിട്ടിക്കൽ ഏരിയ ആയിരിക്കും. 25,630 ലാസ്റ്റ് വീക്ക് നമ്മളത് പറഞ്ഞാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ മൺഡേ ഓപ്പണായി നമ്മുടെ താഴോട്ട് വന്നപ്പോൾ ട്രേഡ് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാർപ്പായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സൽ ഉണ്ടായി. അതായത് മൺഡേ US അംബാസിഡർ പറഞ്ഞു ഇന്ത്യ US ട്രേഡ് ഡീലിനുള്ള ചാൻസ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായി, സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തു. സെക്കൻഡ് ഡേ ജസ്റ്റ് വന്ന് ടച്ച് ചെയ്തു, ട്രിഗർ ചെയ്തു. തേർഡ് ഡേ അതേപോലെ വന്ന് ടച്ച് ചെയ്ത് ട്രിഗർ ചെയ്തു. സോ ഈ ഒരു ഏരിയ രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്തായിരുന്നു. ബട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹീറ്റായിട്ട് തിരിച്ചു പോയി. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ സെല്ലിങ് ഈ ഏരിയയിലെല്ലാം താഴെയാണ് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റി അതേപോലെ ഫസ്റ്റ് 5 മിനിറ്റ് ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു. നല്ലൊരു പോയിന്റ്സ് 200 പോയിന്റ്സ് താഴോട്ട് വന്നായിരുന്നു. അപ്പോൾ ഷാർപ്പ് റിവേഴ്സ് കാരണം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. പിന്നെ സെല്ലിങ്ങിനൊന്നും വന്നിട്ടില്ലായിരുന്നു. സോ ഞാൻ ഫ്രൈഡേ ഒരു പൊസിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ടിനുള്ളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റിൽ ക്രോസ് ചെയ്തു. ഫസ്റ്റ് 5 മിനിറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. അത് ഹോൾഡ് ചെയ്തിട്ട് അത് ക്രോസ് ചെയ്തപ്പോൾ ഇവിടുന്ന് ട്രേഡ് ട്രിഗർ ചെയ്ത് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വീക്ക് തന്നെ ആയിരുന്നു. നമ്മൾ ഒരു ഡയറക്ഷണൽ ട്രേഡ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. നല്ലൊരു സെൽ ഓഫ് അതിൻ്റെ ഓൾമോസ്റ്റ് 50% മുകളിൽ റീട്രേസ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു 60,500 600 റേഞ്ചിലോട്ടുള്ള ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ നിഫ്റ്റിയുടെ പ്രശ്നം, നിഫ്റ്റിയാണ് എനിക്ക് കൺഫ്യൂസിങ് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ച് ബുള്ളിഷായി തോന്നുന്നുണ്ട്. നിഫ്റ്റി ഒരു സെൽ ഓഫ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെ വരുന്നുണ്ട്. സെൽ ഓഫ് കണ്ടിന്യൂഷൻ ക്യാൻഡിലാകുമ്പോൾ ഇതിന് താഴോട്ട് പോകാൻ ഡോജിയുടെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 25,000 അടുപ്പിച്ച് ഒരു ടാർഗറ്റിന് വരാനുള്ള ചാൻസ് നല്ലോണം കാണുന്നുണ്ട്. ബട്ട് എനിക്ക് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ഡയറക്ഷനും നിഫ്റ്റി നെഗറ്റീവ് ഡയറക്ഷനിലുമാണ് ഇപ്പോൾ മീൻസ് മനസ്സിലാവുന്നത്. അപ്പം നിഫ്റ്റി ഓപ്പണായി ഗ്യാപ്പ് അപ്പ് ഓപ്പണായി നല്ല പോസിറ്റീവ് ഡയറക്ഷൻ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഒരേപോലെ അലൈൻ ആവുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഓൾറെഡി നമ്മൾ ആദ്യം ഒരു ട്രേഡ് 97,000 വരെ പോയായിരുന്നു. ബട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത് 1 ലാഖിന് മുകളിലാണ്. സോ അത് മുകളിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ഒത്തിരി വീക്സ് ആയിട്ട് പറയുന്നുണ്ട് ഒരു മുകളിലോട്ടുള്ള പോകുന്നതിനുള്ള ചാൻസ് ആണ് കൂടുതലും നിഫ്റ്റിയിൽ ബിറ്റ് കോയിനിൽ കാണുന്നത്. ഓക്കെ, സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പും ഒരു സെൽ ഓഫ് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ് നിൽക്കുന്നത്. സ്മോൾ ക്യാപ്പും നല്ലൊരു നെഗറ്റീവ് സോണിലാണ് നിൽക്കുന്നത്. താഴോട്ട് വരാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പക്ഷേ ഇനി വേൾഡ് മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇന്ത്യൻ നിഫ്റ്റിയും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പും ആ ഒരു നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആയാൽ പോലും അത്ര നെഗറ്റീവ് ഇല്ല, എന്നാലും നിഫ്റ്റി സ്മോൾ ക്യാപ്പും നിഫ്റ്റി നല്ലൊരു നെഗറ്റീവിലാണ് നിൽക്കുന്നത്. സിൽവർ നോക്കാം. സിൽവർ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് എപ്പോൾ ലോ ക്രോസ് ചെയ്തു അപ്പോൾ നമുക്ക് അടുത്ത ട്രേഡിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഡയറക്ഷനിലോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡും പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇതും ഒരു ബുള്ളിഷ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗൈസ് വീക്ക്ലി അനാലിസിസ്. നമുക്ക് ഡെയിലി അനാലിസിസ് പ്രോഗ്രാം നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ.